വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത, പറഞ്ഞ വാക്കിന് പഴയ ചാക്കിന്റെ പോലും വിലയില്ലാത്ത, അധികാരത്തിന് വേണ്ടിയിട്ട് ആരെ കാല് പോയിട്ട് പിടിക്കാനും കാലിന്റെ ഇടയിൽ പോയിട്ട് നക്കാനും മടിയില്ലാത്ത, മുന്നേ ചതിച്ചു വെച്ച നിലപാടുകളെ വാരി തിന്നാനും ആ തിന്ന പാത്രത്തിൽ തന്നെ തിരിഞ്ഞിരുന്ന് കാഷ്ടിക്കാനും വേണ്ടി വന്ന സ്വന്തം തന്തനെ വരെ മാറ്റി പറയാനും യാതൊരു മടിയില്ലാത്ത, മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രത്തിൽ കവച്ചു വെക്കാൻ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു എതിരാളി ഇല്ലാതിരുന്ന PC ജോർജിനെ കടത്തി വെട്ടുന്ന പുതിയൊരു എതിരാളി വന്നിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മളെ അമ്പുക്കാണ്. മൂപ്പര് കടന്നലായിരുന്നു, കടവാതിലായിരുന്നു. വാതിലൊക്കെ അടഞ്ഞ സമയത്ത് ഇപ്പോൾ കടപ്പുറത്ത് പോയി വണ്ടി ഇറങ്ങിയിട്ട് അവിടെ കടല വറക്കലാണ് പണി. എന്തായാലും നമുക്ക് വമ്പരിൽ വമ്പൻ, കൊമ്പരിൽ കൊമ്പൻ, തന്തക്ക് മുന്നേ പിറന്നവരിൽ മുമ്പൻ അമ്പുക്കാന്റെ നിലപാടുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. കര കാണാത്ത കടലിൽ നീന്തുന്ന എനിക്ക് കൈതന്നെ സഹായിച്ച് കരയിലെത്തിച്ചത് CPM ആണ്. ആ CPMന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം നമ്മൾ അവസാനം വരെ ഉണ്ടാവും, അതിന് തർക്കമൊന്നുമില്ല. കര കാണാ കടലല മേലെ അമ്പുക്ക ആഞ്ഞു പറന്നേ, അറബി പൊന്നാണ്യം കിട്ടിയപ്പോ കോൺഗ്രസിൽ പോയി ചേർന്ന് ഉൾപ്പില്ലായ്മ പാടി പാടി വാ. അപ്പൊ കര കാണാ കടലിൽ മുങ്ങിത്താഴുന്ന സമയത്ത് രക്ഷിച്ച കടപ്പാട് മരണം വരെ ഉണ്ടാവുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന അമ്പുക്കാന്റെ നിലവിലെ നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത്. എന്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ്. ഇനി നമുക്ക് പ്രഖ്യാപിത നയം എന്താണെന്ന് കൂടി നോക്കാം. ഞാനിനി ഇല്ല, UDFിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDFിലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയമാണ്, മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. നിലപാടും പ്രഖ്യാപിത നയമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അമ്പുക്കാന്റെ കാഴ്ചപ്പാടുകളിലേക്ക് കടക്കാം. LDFന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി BJPക്ക് സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണവും പോസ്റ്ററും അടക്കം ഇവിടെ എത്ര ഗ്രാമപഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ആരുമായും കൂട്ടുവിടുക. എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് ഈ വർഗീയതയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആ വോട്ട് കൊടുക്കുമ്പോൾ കോണി മേലോട്ട് കയറും. ഇതും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് പച്ചയായ സത്യമാണ്. അവർക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, അവർക്ക് ആരോടും ഒരു ബാധ്യതയില്ല, അവർക്ക് ആരോടും ഒരു ആത്മാർത്ഥതയില്ല. അവരുടെ ആത്മാർത്ഥതയും അവരുടെ താല്പര്യവും അവർക്ക് ജയിക്കണം, അവർക്ക് MP ആവണം, അവർക്ക് പണം ഉണ്ടാക്കണം, അവർക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കണം എന്നതിലപ്പുറം ഈ നാട്ടിലെ ജനങ്ങളോടോ സമൂഹത്തിനോടോ സമുദായത്തിനോടോ ഒന്നും ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത നിലപാട് ഇക്കാലം വരെ എടുത്തിട്ട്. ഇനി കമ്മിറ്റ്മെന്റ് ആണ്. നിലയില്ലാ കാര്യത്തിൽ നിന്ന് കൈപിടിച്ച് കരക്ക് കയറ്റിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള പുള്ളിക്കാരുടെ ഒരു കമ്മിറ്റ്മെന്റ്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നത് മാത്രമേ സാധിക്കുള്ളൂ. പാർട്ടി വയനാട്ടിൽ പോയി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ 100% സന്തോഷത്തോട് കൂടിയിട്ട് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിൽക്കാൻ എനിക്കൊരു മടിയില്ല. അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അമ്പുക്കാന്റെ വെടിവെപ്പിനെ കുറിച്ചാണ്. ഞാൻ സാധാരണ കാട് അടച്ച് വെടിവെക്കുന്ന ആളല്ല. കൃത്യമായി ഇരയുണ്ട് എന്ന് മനസ്സിലാക്കി തോക്കിൽ ഉണ്ടോ എന്നും കൃത്യമായി ബോധ്യപ്പെടുത്തി ആ ഇരയെ കൃത്യമായി ലക്ഷ്യം വെച്ച് വെടിവെക്കുന്ന ആളാണ്. തോക്കില് ഉണ്ടായിരുന്ന സമയത്തുള്ള കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. നിലവിൽ മൂപ്പരെ തോക്കിലെ ഉണ്ട തീർന്നെടുക്കണമെന്നുണ്ട്. ഇപ്പോഴത്തെ കമ്മിറ്റ്മെന്റ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഈ 140 മണ്ഡലത്തിൽ UDF ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ക്യാമ്പയിനർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും, അത് ഇറക്കുന്നില്ല. അതേസമയത്ത് മൂപ്പരെ തോക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ UDFന്റെ മുന്നിൽ കുനിഞ്ഞിക്കാനൊന്നും മൂപ്പരെ കിട്ടൂലേനു. ഒരു വഞ്ചനാ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുക എന്നത് ഒരു പ്രതികരണശേഷിയുള്ള ഏതൊരു മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഇയാളിങ്ങനെ ജനിപ്പിച്ച തന്തനെ വരെ മാറ്റി പറയണ ഇത്രയും തരം താന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം തോക്കിലെ ഉണ്ട തീർന്നത് മാത്രമാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം കൂടെ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വരി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്, പക്ഷെ എനിക്ക് ശേഷിയില്ല. അമ്പുക്കാന്റെ തോക്കിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടിയില്ല, മൂപ്പർ കാണുന്നുണ്ടെങ്കിൽ ഒരു വെടിവെക്കാനുള്ള ശേഷിയില്ല. ഈ ഒരു അവസ്ഥയിൽ ആരായി കഴിഞ്ഞാലും അപ്പൊ പിന്നെ അങ്ങനെ കാര്യങ്ങൾ ചാമ്പിക്കോ. സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു അതിൻ്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ? നിങ്ങളൊരു ഉണ്ടയില്ലായ്മയും ശേഷി കുറവൊക്കെ വെച്ച് നോക്കുമ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ലീഗ് പൊതുവിൽ ഒരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ, നമുക്കറിയാലോ അല്ലല്ലേ? ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല. ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാടാണ്. സോഫ്റ്റ്നെസ് നോക്കിക്കാണ്ട് പാണക്കാട് തങ്ങന്മാരടുത്തും കുഞ്ഞാലിക്കുട്ടിന്റെ അടുത്തൊക്കെ പോയിട്ട് അവസാനം എന്തായി? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. അതെന്തേ? നിങ്ങളെ വർക്കുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല. അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ, ലീഗുകാരുടെ മുന്നിൽ പോയി സ്വയം സമർപ്പിച്ചിട്ടും എന്ത് ചെയ്തിട്ടില്ല, മൂപ്പര UDFിലേക്ക് കേട്ടുന്നില്ല. കത്രികപ്പൂട്ട് എന്ന് പറയും നമ്മൾ പണ്ടത്തെ ആൾക്കാർ. ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ, അപ്പോൾ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും UDFിലേക്ക് കയറ്റാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇനി പോയിട്ട് സഹായിക്കുന്നു പറഞ്ഞുകൊണ്ടും കാല് പിടിച്ചോണ്ടും കാല് നക്കിയോണ്ടും അതിനെക്കാട്ടിലപ്പുറം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ കാല് പിടിക്കണം? ഓൾറെഡി നിങ്ങളൊരു അഭിസാരകൻ ആയി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ പറയണത് എന്താ വെച്ചാൽ കയറ്റണം എന്നുണ്ടെങ്കിൽ UDFിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ കേട്ടോ, ഇനി UDFിലേക്ക് നിങ്ങളെ തിരിച്ചു കയറ്റണം എന്നുണ്ടെങ്കിൽ
ലീഗിന്റെ സോഫ്റ്റ്നെസ് മാത്രം കാര്യമില്ല. സതീശൻ ലേശം ഹാർഡാണ്. സതീശന്റെ മുന്നിൽ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് മാപ്പ് പറയണമെന്നാട്ടോ ഉദ്ദേശിച്ചത്, വേറെ ഒന്നല്ല കേട്ടോ. എന്തായാലും ഇത്രക്കായി, ഇത്രത്തോളം തരം താന്ന് സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. അതങ്ങോട്ട് ചെയ്താളേ, നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. പാപഭാരങ്ങൾ ചുമന്ന് നടക്കുന്ന പാപിയാണെന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് നമ്മൾ നമുക്ക്. പാപം ചെയ്യാത്തവരായി, തെറ്റ് ചെയ്യാത്തവരായി ആരും നമുക്ക്. പാണക്കാട് തങ്ങന്മാരുടെ അടുത്തും കുഞ്ഞാലിക്കുട്ടിന്റെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങളെ പാതിവൃത്യം നഷ്ടപ്പെട്ടു ഓൾറെഡി. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. കുറച്ച് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് സഹിച്ചാളി. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേട്ടിട്ട് പറഞ്ഞോ. പഴയ കാര്യങ്ങളൊന്നും കേൾക്കാനും പറയാനുള്ള സമയമുള്ളത്. ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങളിപ്പോൾ കാറ്റഗറി മാറിക്കണേ, നേരെ പോയിട്ട് അവിടെ കുഞ്ഞുനാളി, വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം. CPM-ലായിരുന്ന സമയത്ത് കുറച്ച് നിലപാടും പറയുന്ന വാക്കുകളിൽ സത്യസന്ധതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും എല്ലായിടത്തും കയറി ഇറങ്ങി പാതിവൃത്തിയൊക്കെ നശിച്ച് ഒരു തേർഡ് റേറ്റ് ബസ് സ്റ്റാൻഡ് അവസ്ഥയിലേക്ക് അൻവർ എത്തിയ സ്ഥിതിക്ക് അൻവറിന് ഇനി എന്തും പറയാം, എന്തും ചെയ്യാം. നോ വറീസ്, ഹൂ കെയേഴ്സ്. നേർക്ക് നേരെ നിന്ന് പൊരുതാന് കൂട്ടത്തിൽ ആണുങ്ങളായി പറഞ്ഞ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അഭിസാരകന്മാരെ ഇറക്കിയിട്ട് വായി തോന്നിയ തെറിപ്പാട്ടൊക്കെ പാടിയിട്ട് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ കാട്ടിങ്ങൾ. എന്തായാലും കോൺഗ്രസിന്റെ വാൽമ കെട്ടിയിട്ട് കടൽക്കരയിൽ എത്തിയിട്ടുള്ള അമ്പുക്കാനെ ഇലക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് കോൺഗ്രസ്സുകാരുടെ അടുത്ത് ആ കടലിലേക്ക് ഇടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്.